ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനുണ്ടല്ലോ 4 മണി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി മടുത്താ വന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഗ്ലാസ് കണ്ടോ, ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഞാൻ കട്ടൻ ചായ കണ്ടോ, ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു കേട്ടോ. മടുത്ത് വന്നതായിരുന്നേ. എന്നറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ HR-ൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറേ കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. കേക്ക്, മൈസൂർ പാക്കൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വന്ന ഉടനെ ഞാൻ എന്തേന്നറിയോ, ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചു. പിന്നെ കുറേ പയർ മിക്സ് ചെയ്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ കൂടി നല്ലപോലെ കഴിച്ചു. ഉച്ചയ്ക്ക് കൊണ്ടുപോയി എന്നായിരുന്നു ഞാൻ കൊണ്ടുപോയി ചപ്പാത്തിയൊക്കെ മിക്സ് ചെയ്ത് അതൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനുണ്ടല്ലോ എന്താണെന്നറിയാം പറയാൻ വേണ്ടി വന്നേ. അപ്പം നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഫേസ് ക്രീം കാണിച്ചാൽ മാസ്ക് എന്ന് പറയാം കേട്ടോ. അത് നമ്മുടെ ഫ്ലാക്സീഡ് വെച്ച് ഹണിയും വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടോ, ഫ്ലാക്സീഡും ഹണി എന്ന് പറഞ്ഞാൽ രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നമ്മുടെ മുഖത്തിന് നല്ലൊരു മോയ്സ്ചറൈസ് തരാനും നമ്മുടെ ഹൈഡ്രേറ്റ് ആവാനും, പിന്നെ നമ്മുടെ ഈ ക്ലൈമറ്റ് ഭയങ്കര ചൂടല്ല, അതിന് നമുക്ക് നല്ലപോലെ എപ്പോഴും നല്ല സ്മൂത്തായി നല്ല ഗ്ലോ വരാനും ഒക്കെ നല്ല സൂപ്പർ ജെല്ലാണ്. ഇത് രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കേട്ടോ, അപ്പം നമ്മുടെ ഫേസ് നല്ല ഗ്ലോ വരും, എപ്പോഴും ഗ്ലോ ആയിരിക്കും നമ്മുടെ ഫേസ്. ഈ ക്രീം നിങ്ങളുണ്ടല്ലോ ഡെയിലി അപ്ലൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നല്ല സമ്മറല്ലേ, സമ്മർ ആകുമ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ. അപ്പം നമുക്ക് ഹണിയും ഫ്ലാക്സീഡും കൂടെ മിക്സ് ചെയ്യണം, നല്ല ഫേസൊക്കെ നല്ല ഗ്ലോനെസ് ആയിട്ടും നല്ലൊരു ഡ്രൈനെസ് ഒന്നും ഇല്ല, നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനും നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് രണ്ടും. അപ്പം നമുക്കുണ്ടല്ലോ ഇതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ ഒരു ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ജെല്ല് ഒഴിക്കാം കേട്ടോ. വലിയ സ്പൂണാണ്, അപ്പോൾ അത്രയൊന്നും വേണ്ട. എൻ്റെ ഫേസിന് മാത്രം, നമ്മുടെ ഫേസിന് എത്ര വേണം അത്ര മാത്രം എടുത്താൽ മതി. കാരണം ഇത് ജെല്ലല്ലേ, ഇതേ ഞാൻ ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ വീഴും. ഈ ജെല്ല് അങ്ങനെയാണ്, കുറച്ച് ഒഴിക്കുമ്പോഴത്തേക്കും ഒത്തിരി വീഴും, ഒത്തിരി ഒഴിക്കുമ്പോൾ കുറച്ച് വീഴും. ഇതിൻ്റെ ഒരു കളി ഭയങ്കര തന്നെയാണ്, ഇതുണ്ടോ. അതുകൊണ്ട് എനിക്ക് പയ്യെ ഒഴിക്കാവുള്ളേ, കുറച്ചേ വീണിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഹണിയും കൂടെ ഒഴിക്കാം കേട്ടോ. ഇതുകൊണ്ട് പദത്തെ നമുക്ക് നമ്മുടെ ബസ്സിലേക്ക് ആക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഹണിയും കൂടെ എടുക്കാം കേട്ടോ. ഹണിയും ഇതും കൂടെ കൂടി മിക്സ് ചെയ്താണ് ഞാൻ മുഖത്ത് തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹണിയുടെ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫ്ലാക്സീഡ് വിത്ത് ഹണി യൂസ് ചെയ്യുമ്പം അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നറിയോ, നമുക്ക് ഫേസ് മാസ്ക് നല്ലപോലെ ഹൈഡ്രേറ്റ് ആവാനും, നമ്മുടെ ഫേസ് അതിൻ്റെ നല്ലൊരു സോഫ്റ്റ്നെസ് ആകാനും, നല്ല സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയി എപ്പോൾ ഇരിക്കാനും നമുക്ക് ഹണിയും ഫ്ലാക്സീഡും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. കാരണം എൻ്റെ മുഖത്ത് ഞാൻ പറഞ്ഞത് നേരത്തെയൊക്കെ ഞാൻ ഫേസ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഭയങ്കര ബ്ലാക്കിഷ് ആയിരുന്നു കേട്ടോ. ഞാൻ അടുപ്പിച്ച് ഇങ്ങനെ ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒത്തിരി നല്ല മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പിമ്പിൾ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് രണ്ടും യൂസ് ചെയ്യുവാണെങ്കിൽ എവറി ഡേ നമുക്കിത് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്ക് നല്ല കൂടെ കൂടിയിട്ട് ഒരുമാതിരി ലൈറ്റ് കളർ വരും കേട്ടോ. ഇത് രണ്ടും കൂടെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യണം. കാരണം ഹണിയും ഇതുകൂടെ നല്ലപോലെ മിക്സ് ആവണം. മിക്സ് ആകുമ്പോൾ ഒരുമാതിരി കണ്ടോ, ഒരുമാതിരി സ്റ്റിക്ക് നല്ലൊരു ലൈറ്റ് ക്രീം കളർ വരും കേട്ടോ. അത് വന്നു കഴിയുമ്പോഴേ നമുക്ക് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഫേസ് വാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ മിൽക്കോ എന്തെങ്കിലും വെച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം ഏത് ഫേസ് മാസ്കും ഫേസ് ക്രീമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. അപ്പം നമുക്ക് പയ്യെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നല്ലപോലെ ഒരുമാതിരി എന്താണെന്ന് പറയാം, നല്ലൊരു സോഫ്റ്റാണ്. നമുക്ക് തൊടുമ്പം തന്നെ നമുക്കുള്ള മുഖത്ത് ഇങ്ങനെ തേക്കാൻ തോന്നുന്നില്ല, ഗ്ലാസി പോലെ. എല്ലാവരും നല്ലപോലെ അപ്ലൈ ചെയ്യണം കേട്ടോ. കഴുത്തിലിടുന്നവർക്ക് കഴുത്തിലിടാം, ഞാൻ കഴുത്തിൽ എപ്പോഴും ഇടാറില്ല. അപ്പോൾ കഴുത്തിലൂടെ ഇടണം കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊരു 5 മിനിറ്റ്സ് പതുക്കെ നമുക്കൊന്ന് മുഖത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ടച്ച് എന്ന് പറയാം കേട്ടോ, സോഫ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ട് സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാതെ. മൂക്കിൻ്റെ അവിടെയും ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ കുറച്ച് ബ്ലാക്കൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. പിന്നെ ഈ ലിപ്സിന് 2 സൈഡിലും ഉണ്ട്. എനിക്ക് കണ്ണിൻ്റെ താഴെയൊക്കെ ബ്ലാക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് ഉറക്കമില്ല, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ കൊണ്ടാണ്. പക്ഷേ നല്ലപോലെ ഉറക്കം കുറവാണ് എനിക്ക്, അതാണ് മെയിൻ പ്രോബ്ലം. അല്ലെങ്കിൽ പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പം നല്ലപോലെ ഇവിടെയൊക്കെ പയ്യെ നമുക്ക് മസാജ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് നമുക്ക് ഡ്രൈ ആവാൻ വിടണം കേട്ടോ. ഇതുണ്ടോ, ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല കളർ വന്നിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റായിട്ട് നമ്മുടെ കവിളൊക്കെ നല്ലൊരു കളർ വരും കേട്ടോ. നാച്ചുറലാണ്. ഇതുണ്ടോ, ഞാൻ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ടുണ്ടേ. ഇതുണ്ടോ, ഇത് നമുക്ക് മോർണിംഗിലും ഈവനിങ്ങിലും പുരട്ടാം കേട്ടോ.
അപ്പോൾ നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് റണ്ണിങ് വാട്ടർ വാഷ് ചെയ്യാം കേട്ടോ. ഇനി ബാലൻസ് ഫ്ലാക്സീഡ് ജെല്ലുണ്ടല്ലോ, അത് ഞാനൊരു ബോക്സിലിട്ട് അടച്ച് വെക്കാം കേട്ടോ. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും ഇല്ല, നല്ല സൂപ്പർ ജെല്ലാണ് നമ്മളെ ഫേസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും എസ്പെഷ്യലി ഈ ക്ലൈമറ്റിന് നല്ല സൂപ്പർ പടമാണ്. അപ്പോൾ 10 മിനിറ്റ്സ് നമുക്ക് ഡ്രൈ ആവാൻ വിടാം കേട്ടോ. ഇത് ഹണി ഉള്ളതുകൊണ്ട് കുറച്ചൊരു നമുക്കൊരു സ്കിൻ ഇങ്ങനെ സ്ട്രെച്ചാകും കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചതിനകത്ത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇത് മാത്രം കുറച്ച് ഹണി കുറച്ച് തിക്കായതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്കുണ്ടല്ലോ 10 മിനിറ്റ് നമുക്ക് ഫേസിലൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. നാച്ചുറൽ ഗ്ലോ വന്നിട്ടില്ലേ? ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ പിന്നെ എങ്ങനെയായി സുന്ദരിയായി ഇരിക്കുന്നത്? ഈ പണ്ടുള്ളവരൊക്കെ അവരുടെയൊക്കെ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു. അന്നൊക്കെ ബ്യൂട്ടി പാർലർ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതുപോലൊക്കെ തന്നെ ചെയ്ത് തരണം അവരുടെ ബ്യൂട്ടി ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ അമ്മ ഇപ്പോഴും ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. ഒത്തിരി പ്രായമായാലും നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടോ, ഫേസ് കണ്ടോ, നല്ല കളർ കണ്ടില്ലേ, നല്ല ഗ്ലോ എന്നൊക്കെ തരുന്നിട്ടില്ലേ? നോക്കി ഈ കവിളും മുഖവും ഒക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. നമുക്കുണ്ടല്ലോ ചെറിയൊരു ടവൽ വെച്ച് ഫേസും തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ എൻ്റെ റെമഡീസൊക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്ത് 100% യൂസ്ഫുള്ളാണ്. നോ സൈഡ് എഫക്റ്റ്. ഫ്ലാക്സീഡിൽ നിന്ന് ഹണിയിൽ നിന്നും ആർക്കും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട്, ഇപ്പം 6 മണിയായി, ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം ബൈ, ടേക്ക് കെയർ. നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ടൈം. ബൈ.